കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ അയോധ്യാകാന്ഡം 8-ാം സർഗം 28-ാമത്തെ ശ്ലോകം നമ്മൾ ചെയ്തു. അതിലെന്താ പറഞ്ഞ വെച്ചാൽ എനിക്ക് കാണണം, ശ്രീരാമനും സീതയും കടന്ന ദർഭമെത്ത എവിടെയാണെന്ന് കാണിച്ചു തരൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീയെ ശ്രീരാമൻ്റെ ഒരു ഭക്തൻ ആണെന്ന് മാത്രമല്ല, ശ്രീരാമൻ്റെ പ്രിയ ഭക്തനും കൂടിയാണ്, ഏറ്റവും പ്രിയനായിട്ടുള്ള ഭക്തനും കൂടി. നീ വളരെ ഭാഗ്യവാനാണ് ഗുഹ എന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് രാമനെന്നെ സ്മരിച്ച് കണ്ണിൽ നിന്നിങ്ങനെ അശ്രുക്കൾ ഇങ്ങനെ നിറഞ്ഞൊഴുകിയും കൊണ്ട് ഈ എന്താണ് ഗുഹൻ്റെ കൂടെ നടന്നിട്ട് ശ്രീരാമൻ ആദ്യത്തെ ആ രാത്രി പിന്നെ കിടന്ന ആ ദർഭമെത്ത ആ സ്ഥലമൊക്കെ കണ്ടു. എന്നിട്ട് അപ്പോൾ ആ ദർഭം കൊണ്ടൊക്കെ ആ മെത്തേമ്പിലേ, ആ ശയനം എന്ന് പറയുമല്ലോ, ആ മെത്തേമ്പിൽ സീതയുടെ ആഭരണങ്ങളിൽ നിന്നൊക്കെ ഉതിർന്ന് വീണിട്ടുള്ള സ്വർണത്തിൻ്റെ പൊടികളൊക്കെ പറ്റിയിരിക്കുന്നതൊക്കെ കണ്ടിട്ട് ദുഃഖം കൊണ്ട് ഹൃദയം ഇങ്ങനെ ഉരുകിയും കൊണ്ട് പാവം ഭരതൻ പൊട്ടിക്കരഞ്ഞു. എവിടെ കിടക്കേണ്ട ആളാണ് ഇങ്ങനെ കാട്ടിൽ കിടന്നതെന്നൊക്കെ ആലോചിച്ചിട്ടേ, എൻ്റെ അമ്മ അതിന് കാരണമായില്ലോ, എനിക്ക് രാജ്യം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അമ്മ അങ്ങനെ ചെയ്തിട്ട് ഇതൊക്കെ വേണ്ടി വന്നിട്ട് ആകപ്പാടെ ഭയങ്കര വിഷമാണ്. ഇപ്പം 29-30 വായിക്കാം. അഹോതി സുകുമാരീയ സീതാ ജനകനന്ദിനി പ്രാസാദേ രത്നപര്യങ്കേ കോമളാസ്തരണേ ശുഭേ രാമേണ സഹിതാശേതേ സാ കഥം കുശവിഷ്ടരേ സീതാരാമേണ സഹിത ദുഃഖേന മമ ദോഷത. ജനകനന്ദിനി അതിസുകുമാരി, അഹോതിസുകുമാരി, അഹോ അതിസുകുമാരി, അഹോ അതിസുകുമാരി എന്നാണ് കേട്ടോ. അപ്പോൾ ജനകനന്ദിനി എങ്ങനത്തെ? അതിസുകുമാരിയ സീത, ജനകൻ്റെ പുത്രിയും അതിസുന്ദരിയുമായിരിക്കുന്ന സീത പ്രാസാദേ രത്നപര്യങ്കെ, പ്രാസാദത്തിൽ രത്നം പതിച്ചിട്ടുള്ള കട്ടിലിൽ ശുഭേ കോമളാസ്തരണേ, ആ ശുഭമായ നല്ല വിരിപ്പിൽ രാമേണ സഹിത ശേതേ, രാമനോട് സഹിതനായിട്ട് കിടക്കുന്നുവോ സാ സീത, ആ സീത. അതായത് രാമൻ്റെ പിന്നെ അന്തഃപുരത്തിൽ, രാജധാനിയിലെ അന്തഃപുരത്തിൽ രത്നം പതിച്ച അതിവിശേഷമായിട്ടുള്ള കട്ടിലിൽ പട്ട് വിരിപ്പിൽ കിടന്നുറങ്ങേണ്ട സീത, രാമൻ്റെ കൂടെ ശയിക്കേണ്ട സീത, സാ സീത, ആ സീത മമ ദോഷത, എൻ്റെ ദോഷം കൊണ്ട്, എനിക്ക് രാജ്യം വേണമെന്ന് എൻ്റെ ദുഷ്ടയായ അമ്മ പറഞ്ഞതുകൊണ്ട് രാമേണ സഹിത, രാമനോടുകൂടി കുശവിഷ്ടരെ, ഈ ദർഭപ്പുല്ലുകൊണ്ടുണ്ടാക്കിയ മെത്തയിൽ ദുഃഖേന കഥം ശേത, ദുഃഖത്തോടു കൂടി എങ്ങനെയാണ് പിന്നെ എന്താണ് കിടക്കാൻ സാധിക്കുക സീതയ്ക്ക്? പാവം അത്രയ്ക്ക് വിഷമമുണ്ട്. എന്താ പറയണേ, ജനക മഹാരാജാവിൻ്റെ മകളാണ്, അങ്ങേയറ്റം മൃദുലമായിട്ടുള്ള ശരീരത്തോടു കൂടിയവളാണ്, മൃദുലവും ഭംഗിയും, അത്ര മൃദുലവും മനോഹരമായ ശരീരത്തോടു കൂടിയ ഈ സീതാദേവി രാജധാനിയിൽ രത്നക്കട്ടിലിൽ പട്ട് വിരിച്ചിട്ടുള്ള മെത്തേൽ രാമൻ്റെ ഒപ്പം കിടന്നിരുന്നതാണ് അല്ലേ, അവിടെയാണല്ലോ കിടന്നിരുന്നത്. അങ്ങനെയുള്ള ആ സീത ഈ ഒരു മയമില്ലാത്ത ദർഭപ്പുല്ലുകൊണ്ടുണ്ടാക്കിയ ഈ മെത്തേൽ രാമനോട് കൂടി എങ്ങനെയാണ് കിടന്നത്? വല്ലാത്ത ദുഃഖം, ഇതിനെല്ലാം കാരണം ഞാനായി തീർന്നുവല്ലോ എന്നാണ് പാവം ഭരതൻ്റെ സങ്കടേ. അഹോതി സുകുമാരി യാ സീതാ ജനകനന്ദിനി പ്രാസാദേ രത്നപര്യങ്കേ കോമളാസ്തരണേ ശുഭേ രാമേണ സഹിതാ ശേതേ സാ കഥം കുശവിഷ്ടരേ സീതാരാമേണ സഹിതാ ദുഃഖേന മമ ദോഷത. 31
ധിങ് മാം ജാതോസ്മി കൈകേയ്യാം പാപരാശി സമാനത മന്നിമിത്തമിതം ക്ലേശം രാമസ്യ പരമാത്മന. കുറ്റബോധം പാവം ഭരതനെ. പാപരാശി സമാനത, ഒരു പാപത്തിൻ്റെ ഒരു പാപം സോളിഡിഫൈ ചെയ്താൽ, പാപം ഇങ്ങനെ ഘനീഭവിച്ചാൽ എങ്ങനെ ഉണ്ടാവും, പാപം ഘനീഭവിച്ച ഒരു പാപക്കട്ട പോലെ. കൈകേയ്യം ജാത അസ്മി, ഞാൻ ശരിക്കൊരു കൈകേയിയുടെ പുത്രനായിട്ട് ജനിച്ച ഞാനൊരു പാപം ഘനീഭവിച്ച ഒരു ശരീരമാണ്, പാപത്തിൻ്റെ കട്ടയാണ് ഞാൻ. മാം ധിക്ക്, എനിക്കായിക്കൊണ്ട് നിന്ദ ഭവിക്കട്ടെ. മാം ധിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്ദിതനായി തീരട്ടെ. ഞാൻ നിന്ദിതനാവാൻ അർഹനാണ്. കാരണം ഞാൻ അത്ര പാപിയാണ്. എന്താ കാരണം, ഞാൻ ആ കൈകേയിയുടെ വയറ്റിലല്ലേ ജനിച്ചത്. അതുകൊണ്ട് ഞാൻ മഹാപാപിയാണ്. ഞാൻ വളരെ പാപിയാണെന്ന് മാത്രമല്ല, ഒരു പാപത്തിൻ്റെ കട്ടയാണ് ഞാൻ ശരിക്കും വയറ്റിൽ ജനിച്ചില്ലേ. അതുകൊണ്ട് ഞാൻ നിന്ദ്യനായി തീർന്നിരിക്കുന്നു. എനിക്ക് എല്ലാ നിന്ദകളും ലഭിക്കട്ടെ. പരമാത്മനഃ രാമസ്യ, പരമാത്മാവായ രാമന് ഇതം ക്ലേശം, ഈ ദുഃഖം മന്നിമിത്തം, ഞാൻ കാരണം. പരമാത്മാവന്നെ സ്വരൂപം പൂണ്ട് ശ്രീരാമനായി ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായി ജനിച്ച ആ ശ്രീരാമന്, ഭഗവാന്, പരമാത്മാവന്നായിട്ടുള്ള ഭഗവാന് ഞാൻ നിമിത്തം ഇങ്ങനെ ദുഃഖം വന്നുല്ലോ. എൻ്റെ പാപത്തിന് എന്താ ഒരു അവസാനമുള്ളത്? ഞാൻ ആ കൈകേയിയുടെ വയറ്റിൽ ജനിച്ചപ്പോൾ തന്നെ പാപിഷ്ഠനായി. എൻ്റെ പാപം പോലൊരു പാപം ഒരാൾക്കില്ല. ഞാൻ എന്തുകൊണ്ട് നിന്ദ അർഹിക്കുന്നു? ഞാൻ നിന്ദിക്കപ്പെടട്ടെ എന്ന് പറയുകയാണ്. അത്ര ദുഃഖം. കാരണം ഞാൻ കാരണമല്ലേ പരമാത്മാവിൻ്റെ സ്വരൂപം പൂണ്ട ഈ ശ്രീരാമഭഗവാൻ ഇങ്ങനെ ദുഃഖം വന്നത്. ധിങ് മാം ജാതോസ്മി, എനിക്ക് ചീത്തത്തം വരട്ടെ, അല്ലെങ്കിൽ ഞാൻ നിന്ദിക്കപ്പെടട്ടെ എന്ന് അവനൊന്നു തന്നെ പറയുക. ധിങ് മാം ജാതോസ്മി കൈകേയ്യാം പാപരാശി സമാനത മന്നിമിത്തമിതം ക്ലേശം രാമസ്യ പരമാത്മനഃ. ഇനിയും 32. അഹോതി സഫലം ജന്മ ലക്ഷ്മണസ്യ മഹാത്മന രാമമേവ സദാന്വേദി വനസ്ഥമപി ഹൃഷ്ടധി. ലക്ഷ്മണൻ എന്നെ ഭാഗ്യവാനാണ് പറയുകയാണ്. എന്താ അറിയോ, മഹാത്മന ലക്ഷ്മണസ്യ ജന്മ, മഹാത്മാവായിട്ടുള്ള ലക്ഷ്മണൻ്റെ ജന്മം അതിസഫലം സഫലായി. എന്താ കാരണം? സന്തോഷം വനസ്ഥം അഭി രാമം ഏവ, വനത്തിലിരിക്കുന്നവനാവുന്നുവെങ്കിലും രാമനെ തന്നെ. അതായത് ശരിക്കും ലക്ഷ്മണൻ്റെ ജീവിതമാണ് സഫലവും സന്തോഷകരവും. എന്താ വെച്ചാൽ കാട്ടിലാണ് രാമൻ എങ്കിലും രാമനെ തന്നെ സദാ അന്വേതി, എപ്പോഴും അനുഗമിക്കുന്നുണ്ടല്ലോ. ശരിയാണ്, രാമൻ കാട്ടിലേക്ക് പോകേണ്ടി വന്നു, പക്ഷെ ലക്ഷ്മണനെ അനുഗമിക്കാൻ സാധിച്ചു. എന്നെപ്പോലെയല്ല, ലക്ഷ്മണൻ മഹാഭാഗ്യവാനാണ്. മാത്രമല്ല, ലക്ഷ്മണൻ്റെ ജീവിതം തന്നെ സഫലമായി, സന്തോഷപ്രദമായി എന്ന് വേണമെങ്കിൽ പറയാം. അഹോതി സഫലം ജന്മ ലക്ഷ്മണസ്യ മഹാത്മന രാമമേവ സദാന്വേദി വനസ്ഥമഭിഹിഷ്ഠതി. ശരിയാണ്, വനത്തിൽ പോകേണ്ടി വന്നു, പക്ഷെ അനുഗമിക്കാൻ സാധിച്ചു. ഇനി 33. അഹം രാമസ്യ ദാസ യേ തേഷാം ദാസസ്യ കിങ്കരഃ യദിസ്യം സഫലം ജന്മ മമ ഭൂയാം ന സംശയ. രാമസ്യ ദാസഃ, ഏതൊരാളാണ് രാമൻ്റെ ദാസന്മാരോ, തേഷാം ദാസസ്യ, ദാസന്മാരുടെ ദാസനോ, കിങ്കരം അഹം യതി സ്യാം, കിങ്കരനായിട്ട് ഞാൻ ഭവിക്കുമെങ്കിൽ, അതായത് ഭൃത്യസ്യ ഭൃത്യ പരിചാരക ഭൃത്യസ്യ ഭൃത്യ എന്ന് തന്നെയാണ് പറയണത്. അതായത് ശ്രീരാമൻ്റെ ദാസൻ്റെ കിങ്കരനായാലും മതി എനിക്ക്, ദാസൻ്റെ കൈങ്കര്യം ചെയ്യുന്ന ആളായാലും ഞാൻ ഭവിക്കുമെങ്കിൽ മമ ജന്മം സഫലം ഭൂയാത്മ സംശയ, എന്നാൽ എൻ്റെ ജന്മം സഫലമായി ഭവിക്കും, സംശയമാണ്. എന്താ പറയണേ, ഏതൊരാളാണ് രാമൻ്റെ ദാസന്മാരായിരിക്കണത്, അവരുടെ ദാസനായിട്ടാണെങ്കിൽ ഞാൻ തീരുകയാണെങ്കിൽ നിശ്ചയമായിട്ടും എൻ്റെ ജന്മം സഫലമാണെന്ന് പറയാം എന്നാണ് ആര് പറയണ? പാവം ഭരതൻ. അഹം രാമസ്യ ദാസായേ തേഷാം ദാസസ്യ കിങ്കരഃ യദിസ്യം സഫലം ജന്മ മമ ഭൂയാം ന സംശയ ഭ്രാതർജാനാസി യദി തൽ കഥയസ മമാഖിലം യത്ര തിഷ്ഠതി തത്രാഹം ഗച്ഛാമ്യാനേതു മഞ്ജസ. ഭ്രാതഃ, ഹേ സഹോദര,
തൽ ജാനാസി യതി അതിനെ നീ അറിയുന്നു എങ്കിൽ അഖിലം മമ കഥയസഹ സകലം എന്നോട് കഥിച്ചാലും എത്ര തിഷ്ഠതി എവിടെയാണ് രാമനെ അഞ്ജസ ആനേതും ഉടനെ കൂട്ടിക്കൊണ്ടുവരുവാൻ അഹം ഗച്ഛാമി ഞാൻ വേഗം എവിടെയെന്ന് പറയൂ രാമൻ ഞാൻ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറയും. എന്താ അറിയോ പ്രിയ സഹോദര ഗുഹനോട് പറയാണ് ആര് ഭരതനെ നീ അറിയച്ചാൽ എന്നോട് എല്ലാ വിവരവും പറഞ്ഞു തരൂ. രാമൻ എവിടെ ഇരിക്കണ അവിടേക്ക് ഞാൻ വേഗം പോയിട്ട് ശ്രീരാമനോട് രാജ്യത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് പറഞ്ഞിട്ട് ഞാനിപ്പോൾ കൂട്ടിക്കൊണ്ടുവരാം, ഞാനിപ്പോൾ ശ്രീരാമൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് 35, 36, 37 കേട്ടോ. അപ്പോൾ 34 വായിക്കാം. ഭ്രാതർജാനാസി തൽ കഥയസാ മമാഖിലം എല്ലാം പറയൂ എവിടെയെന്നൊക്കെ. യത്ര തിഷ്ഠതി തത്രാഹം ഗച്ഛാമ്യാനേതുമഞ്ജസാ. 35, 36, 37 ഗുഹസ്ഥം ശുദ്ധഹൃദയം ജ്ഞാത്വാ സ്നേഹം മബ്രവീദ് ദേവത്വമേവ ധന്യോസി യസ്യ തേ ഭക്തിരീദൃശീം രാമേ രാജീവപത്രാക്ഷേ സീതായാം ലക്ഷ്മണേ തഥാ ചിത്രകൂടാദ്രിനികടേ മന്ദാകിന്യാ വിദൂരതാ മുനീനാമാശ്രമപദേ രാമസ്ഥിഷ്ഠതി സാനുജ ജാനക്യാ സഹിതോ നന്ദാൽ സുഖമാസ്തേ കില പ്രഭു. ഇപ്പം രാമൻ എവിടെയെന്നൊക്കെ പറയണം ഗുഹന് വിശ്വാസമായില്ലോ. അപ്പോൾ ആദ്യം ആക്രമിക്കാൻ വന്നതാണ് എന്ന് വിചാരിച്ചു അല്ലേ. ഇപ്പോൾ നല്ല വിശ്വാസമായി. അപ്പോൾ ഗുഹൻ പറയാണ് തം ശുദ്ധഹൃദയം ജ്ഞാത്വ, അതായത് ഭരതനെ ശുദ്ധമായ ഹൃദയത്തോടു കൂടിയവനാണെന്ന് ജ്ഞാത്വ അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ മനസ്സിലായപ്പോൾ ഗുഹ സസ്നേഹം അബ്രവീത്, ഗുഹൻ സ്നേഹത്തോടു കൂടി പറഞ്ഞു ദേവ ത്വമേവ ധന്യ അസി, ഹേ ദേവ അങ്ങ് ശരിക്കും ധന്യൻ തന്നെയാണ്. യസ്യത്തെ അങ്ങയ്ക്ക് രാജീവപത്രാക്ഷേ രാമേ ഇങ്ങനെ താമരദള നേത്രനായിട്ടുള്ള രാമനിലും സീതായാം തഥാ ലക്ഷ്മണേ സീതയിലും അപ്രകാരം തന്നെ ലക്ഷ്മണനിലും ഈദൃശി ഭക്തി ഇതുപോലുള്ള ഭക്തി ഉണ്ടല്ലോ അങ്ങ് ഭാഗ്യവാനാണെന്ന് പറയണം. അതായത് ഞാൻ എത്ര പാപിയാണെന്നൊക്കെ പറഞ്ഞുവല്ലോ ഭരതൻ. അപ്പോൾ ഗുഹന് ഭരതൻ എന്താ പറയുക നല്ലവനാണ് അല്ലെങ്കിൽ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ വന്നിരിക്കണമെന്ന് മനസ്സിലായപ്പോൾ ഗുഹന് വളരെ സ്നേഹം തോന്നി, ദുഃഖം തോന്നി, പാവം തോന്നി ഭരതനോട്. എന്നിട്ട് പറഞ്ഞു അങ്ങ് പറഞ്ഞില്ലേ പാപിയാന്ന്, ഒന്നുമല്ല അങ്ങ് ധന്യനാണ്. എന്താ കാരണം വെച്ചാൽ ശ്രീരാമനോടും സീതാദേവിയോടും ലക്ഷ്മണനോടും ഒക്കെ നിനക്ക് എന്തൊരു ഭക്തിയാണ്. അതുകൊണ്ട് അവരോടുള്ള ഈ ആദരവും ഭക്തിയും നിനക്ക് ഉണ്ടായത് തന്നെ ഏറ്റവും ഭാഗ്യമാണ്. ഭാഗ്യവാന്മാർക്കേ ഭഗവാനോട് ഭക്തി ഉണ്ടാവുള്ളൂ. അതാണ് ഇത്തരത്തിലുള്ള ഭക്തി ഉണ്ടല്ലോ നിനക്ക്, അത് നിനക്കുള്ളത് വളരെ ഭാഗ്യമാണ്. ചിത്രകൂടാദ്രി നികടെ, ചിത്രകൂട പർവ്വതത്തിൻ്റെ സമീപത്തിൽ മന്ദാകിന്യ അവീതുരത, ഗംഗയുടെ അധികം അകലെ അല്ലാതെ ആശ്രമപദേ ഒരു ചെറിയൊരു ആശ്രമത്തിൽ നന്ദാത് സുഖമായിട്ട്, നന്ദ മീൻസ് ധാരാളം ഒരു വിഷമവും ഇല്ലാതെ നല്ല ഐശ്വര്യപൂർണ്ണമായിട്ട് ജാനക്യാ സഹിത പ്രഭു സീതയോട് സഹിതനായ പ്രഭു സുഖമാസ്തേ സുഖമായിരിക്കുന്നു. ചിത്രകൂട പർവ്വതത്തിൻ്റെ അടുത്ത് ഗംഗാനദി അധികം ദൂരെ അല്ലാണ്ട് ഒരു കുഞ്ഞ് ആശ്രമമൊക്കെ കെട്ടി അവർ വളരെ സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഭരതൻ്റെ ഉദ്ദേശം ശുദ്ധാണെന്ന് മനസ്സിലായപ്പോൾ, അല്ലെങ്കിൽ ഭരതൻ ശുദ്ധഹൃദയനാണെന്ന് അറിയാണ്ടാണ് അറിഞ്ഞപ്പോൾ ഗുഹന് സമാധാനമായിട്ട് പിന്നെ പറയണതല്ലേ. എന്നിട്ട് സമാധാനിപ്പിച്ചു ആദ്യം അല്ലേ. എന്താണ് അങ്ങനെയാണ്, ധന്യനാണ് അങ്ങ്, വളരെ ഭാഗ്യവാനാണ്, അതീവ ധന്യനാണ്. എന്താ വെച്ചാൽ താമരക്കണ്ണനായിട്ടുള്ള ശ്രീരാമനിലും സീതയിലും ലക്ഷ്മണനിലൊക്കെ അങ്ങയ്ക്കിപ്പം ഈ മാതിരി ഭക്തി ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങ് ധന്യനാണ്. രാമൻ എവിടെയെന്നൊക്കെ ഞാൻ പറയാം. ചിത്രകൂട പർവ്വതത്തിൻ്റെ സമീപത്തുള്ള ഗംഗാനദീ തീരത്തിൽ മുനികളുടെയൊക്കെ ആശ്രമസ്ഥാനത്തിൽ അവിടെ ഒരു ചെറിയൊരു ഇത് കെട്ടിയിട്ട് സീതാലക്ഷ്മണ സമേതനായിട്ട് വസിക്കുന്നുണ്ട് സുഖമായിട്ട് എന്ന് പറഞ്ഞു. ഇനി ആ 3 വായിച്ച് അടുത്ത 2 വായിക്കാം. ഗുഹസ്ഥം ശുദ്ധഹൃദയം ജ്ഞാത്വാ സസ്നേഹമബ്രവീത് ദേവത്വമേവ ധന്യോസി യസ്യ തേ ഭക്തിരീദൃശി രാമേ രാജീവപത്രാക്ഷേ
സീതായാം ലക്ഷ്മണേ തഥാ ചിത്രകൂടാദ്രിനികടേ മന്ദാകിന്യാ വിദൂരത. അധികം ദൂരമല്ലാന്നേ മന്ദാകിനി ഗംഗെന്ന്. മുനീനാമാശ്രമപദേ രാമസ്തിഷ്ഠതി സാനുജ ജാനക്യാ സഹിതോ നന്ദാൽ സുഖമാസ്തേ കില പ്രഭു. സുഖമായിട്ട് താമസിക്കണം അവിടെ സീതയോട് കൂടിയിട്ട്. ഇനി 2 ശ്ലോകം. തത്ര ഗച്ഛാമഹേ ശീഘ്രം ഗംഗം തീർത്തുമിഹാർഹസി ഇത്യുക്ത്വാ ത്വരിതം ഗത്വാ നാവ പഞ്ചശതാനിഹ സമാനയൽ സസൈന്യസ്യ തർത്തും ഗംഗാം മഹാനദിം സ്വയമേവാനിനായേകം രാജനാവം ഗുഹസ്തദാ. ശീഘ്രം തത്ര ഗച്ഛാമഹേ, വേഗം നമുക്ക് അങ്ങോട്ട് പോവാം. വേഗം പോകണം എന്നാണല്ലോ മോഹം, എനിക്ക് വേഗം പോയി കാണണം എന്നല്ലേ. അപ്പോൾ വേഗം നമുക്ക് പോവാം. ശീഘ്രം തത്ര ഗച്ഛാമഹേ, നമുക്ക് വേഗം പോവാം. ഗംഗാം ഇഹ തർത്തുമർഹസി, ഗംഗയെ നമുക്ക് ക്രോസ് ചെയ്യണം, ഗംഗ കടന്ന് അപ്പുറത്തെത്തണം. ഇതി ഉക്ത്വ ത്വരിതം ഗത്വ എന്ന് പറഞ്ഞ് വേഗം പോയി ഗുഹൻ. എന്നിട്ട് സൈന്യസ്യ തീർത്തും, സൈന്യത്തോടു കൂടി അവനെ കടക്കാനായിക്കൊണ്ട്, അത് അനവധി തോണി വേണേ. കാരണം ശ്രീരാമൻ്റെ കൂടെ ഭരതൻ്റെ കൂടെ എത്ര ആൾക്കാരെ വന്നെ കാട്ടിലേക്ക്. അപ്പോൾ അവരെ മുഴുവനെ തോണി കടത്തണ്ടേ. അപ്പോൾ സൈന്യത്തോടു കൂടി വന്ന് സൈന്യത്തിനെ മുഴുവനെയും ഭരതനെയും ശത്രുഘ്നെയും കൂടെയുള്ള സൈന്യത്തിനെയൊക്കെ കടത്താനായിക്കൊണ്ട് 500 നാവഹ 500 തോണി സമാനയത് കൊണ്ടുവന്നു ഗുഹൻ. തഥാ ഗുഹ സ്വയമേവ, ഗുഹൻ തന്നെ ഏകാം രാജനാവം മാനിനീയ, രാജാവിനിരിക്കാൻ അതായത് നല്ലതായിട്ടുള്ള ഒരു തോണി ഗുഹൻ തന്നെ തുഴഞ്ഞ് കൊണ്ടുവന്ന് അതിലേക്ക് ഭരതനെയും ശത്രുഘ്നെയും നയിച്ചു. ബാക്കിയുള്ളവരൊക്കെ ബാക്കി 499 തോണിയിൽ വന്നിട്ടുണ്ടാവും. അതായത് പറഞ്ഞു ഗുഹൻ എന്തൊരു ആദരവറിയോ, നമുക്ക് വേഗം ചിത്രകൂടത്തിലേക്ക് പോവാം. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഗംഗയുടെ ഈ ഭാഗത്ത് വെച്ച് നമുക്ക് ഗംഗയുടെ അക്കരയ്ക്ക് എത്തണം. അതുകൊണ്ട് എന്ന് വേഗം പറഞ്ഞിട്ട് വേഗം പോയി ഈ സൈന്യങ്ങളെ ഭരതൻ്റെയും ശത്രുഘ്നെയും കൂടെ വന്ന എല്ലാവരെയും ഗംഗ കടത്താനായിട്ട് ആവശ്യമുള്ള 500 തോണി കൊണ്ടുവന്നു. എന്നിട്ട് ഈ ഭരതനിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു തോണി ഗുഹൻ തന്നെ തുഴഞ്ഞ് കൊണ്ടുവന്നു. 38, 39. തത്ര ഗച്ഛാമഹേ ശീഘ്രം ഗംഗാം തീർത്തുമിഹാർഹസി ഇത്യുക്ത്വാ തരിതം ഗത്വാ നാവ പഞ്ചശതാനിഹ സമാനയൽ സസൈന്യസ്യ തീർത്തും ഗംഗാം മഹാനദിം സ്വയമേവാനിനായേകം രാജനാവം ഗുഹസ്തദാ. നമുക്കിങ്ങനെ ഇതൊക്കെ ശരിക്കും നമുക്ക് അപ്പം അവരൊക്കെ എല്ലാവരും കൂടി ഗംഗാതീരത്ത് നിൽക്കണതും ഗുഹൻ പോയി 500 തോണികൾ കൊണ്ടുവരുന്നതൊക്കെ നമുക്ക് കണ്ണിൽ കാണാമല്ലേ. അങ്ങനെ ഒരു എത്ര നന്നായിട്ടാണ് വിവരണം നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. എന്താ പറയുക, വ്യാസഭഗവാനെ ഭാഗവതത്തിലാണെങ്കിലും രാമായണത്തിലാണെങ്കിലും ഒരു പ്രത്യേകത എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും. നമുക്ക് അതാത് ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ചിത്രം ഇങ്ങനെ, ബാക്കി എല്ലാം എനിക്ക് വായിക്കണേക്കാൾ അത് തോന്നുക എന്താണെന്ന് വെച്ചാൽ വ്യാസഭഗവാൻ ഉപയോഗിക്കണ വാക്കുകളുടെ പ്രത്യേകതയാണോ എന്തുകൊണ്ടാണെങ്കിലും വളരെയധികം ആ രംഗം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വരുന്നു. ഇനി 40, 41. ആരോപ്യ ഭരതം തത്ര ശത്രുഘ്നം രാമമാതരം വസിഷ്ഠം ച തഥാന്യത്ര കൈകേയീം ചാന്യയോഷിത തീർത്വാ ഗംഗാം യയൗ ശീഘ്രം ഭരദ്വാജാശ്രമം പ്രതി ദൂരെ സ്ഥാപ്യ മഹാസൈന്യം ഭരത സാനുജോ യയൗ. തത്ര ഭരതം ശത്രുഘ്നം രാമമാതരം വസിഷ്ഠം ച. അപ്പം ആ ഗുഹം കൊണ്ടുവന്ന തോണിയിൽ ഭരതനും ശത്രുഘ്നനും ശ്രീരാമൻ്റെ മാതാവും വസിഷ്ഠനും ഇവരെയും അന്യത്ര മറ്റൊന്നിൽ കൈകേയും അന്യയോഷിത ആരോപ്യ, കൈകേയും ബാക്കി സ്ത്രീകളെയും കയറ്റി ഗംഗാം തീർത്വ, ഗംഗയെ കടന്നിട്ട് ഭരദ്വാജാശ്രമം പ്രതീയയോ, ഭരദ്വാജാശ്രമത്തെക്കുറിച്ചിലേക്ക് യാത്ര ചെയ്തു. മഹാസൈന്യം ദൂരെ സ്ഥാപ്യ, സൈന്യത്തിനോടൊക്കെ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് സാനുജഹ ഭരത യയൗ, ഭരതനും ശത്രുഘ്നും കൂടി ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലേക്ക് പോയി എന്ന് പറയാണ് കേട്ടോ. ആ തോണിയിൽ, ആ ഗുഹം കൊടുന്ന തോണിയിൽ ഭരതനും ശത്രുഘ്നും കൗസല്യയും വസിഷ്ഠനും മാത്രമേ കയറിയുള്ളൂ. ബാക്കി തോണികളിലൊക്കെ ആയിട്ട് കൈകേയും ബാക്കി സ്ത്രീകളെയൊക്കെ കയറ്റി ഗംഗ വേഗം കടന്നു. എന്നിട്ട് ഭരദ്വാജാശ്രമത്തിലേക്ക് പോയി.
അപ്പോൾ ഇത്രനവധി ആളുകൾ കൂടിയിട്ട് ഭരദ്വാജാശ്രമത്തിലേക്ക് കയറി ചെല്ലണ്ടെന്ന് വിചാരിച്ച് സൈന്യങ്ങളോടൊക്കെ കുറച്ച് അകലെ മാറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ശത്രുഘ്നനും ഭരതനും മാത്രം ഭരദ്വാജൻ്റെ ആശ്രമത്തിലേക്ക് പോയി. കാരണം അവിടെ അല്ലെങ്കിൽ തിരക്കാവും, എത്ര ആൾക്കാരുണ്ടേ. ആരോപ്യ ഭരതം തത്ര ശത്രുഘ്നം രാമമാതരം വസിഷ്ഠം ച തഥാന്യത്ര കൈകേയീം ചാന്യയോഷിത തീർത്വാ ഗംഗാം യയൗ ശീഘ്രം ഭരദ്വാജാശ്രമം പ്രതി ദൂരെ സ്ഥാപ്യ മഹാസൈന്യം ഭരതസാനുജോ യയൗ. ആശ്രമേ മുനിമാസീനം ജ്വലന്തമിവ പാവകം ദൃഷ്ട്വാ നനാമ ഭരത സാഷ്ടാംഗമതിഭക്തിതഃ. അപ്പം എന്താണ് 42 ലക്ഷമുണ്ടോ? ജ്വലന്തം പാവകം ഇവ, അതായത് കത്തിജ്വലിക്കുന്ന അഗ്നിയെപ്പോലെ ആശ്രമയാസീനം മുനിം ദൃഷ്ട്വ, ആശ്രമത്തിൽ ഇരിക്കുന്ന മുനിയെ കണ്ടിട്ട്, അതായത് അത്ര തേജസ്വിയാണ് ഭരതൻ അതിഭക്തിത, വളരെ ഭക്തിയോടുകൂടി സാഷ്ടാംഗം നനാമ, സാഷ്ടാംഗം നമിച്ചു. അതായത് അത്ര തേജസ്സാണ്, ഒരു അതായത് ഉജ്ജ്വലിക്കുന്നൊരു അഗ്നി പോലെ ബ്രഹ്മ തേജസ്സോടു കൂടിയ പിന്നെ ബ്രഹ്മ തേജസ്സോടു കൂടിയ ഭരദ്വാജ മുനി സ്വന്തം ആശ്രമത്തിലിരിക്കുന്ന കണ്ട ഉടനെ വളരെ ഭക്തിപൂർവം ഭരതൻ മഹർഷിയെ നമസ്കരിച്ചു, സാഷ്ടാംഗം നമസ്കരിച്ചു. അതായത് കത്തിജ്വലിക്കുന്ന അഗ്നി പോലെ ബ്രഹ്മ തേജസ്സുണ്ട് ഭരദ്വാജ മഹർഷിക്ക്. അത് കണ്ടപ്പോൾ തന്നെ ഭരതന് വളരെയധികം ബഹുമാനവും ആദരവോടുകൂടി നമസ്കരിച്ചു. ഇനി നമുക്ക് 43 എന്തായാലും ചെയ്യാം. ആശ്രമേ മുനിമാസീനം ജ്വലന്തമിവ പാവകം ദൃഷ്ട്വാ നനാമ ഭരത സാഷ്ടാംഗമതിഭക്തിതഃ. 43 ജ്ഞാത്വാ ദാശരഥിം പ്രീത്യാ പൂജയാമാസ മൗനിരാട്ട് പപ്രച്ഛ കുശലം ദൃഷ്ട്വാ ജടാവൽക്കലധാരിണം. മൗനിരാട്ട് അതായത് ഈ മുനികളുടെ നാഥൻ അല്ലെങ്കിൽ മുനി കുലാധിപതി എന്ന് പറയാം. ദാശരഥിം ജ്ഞാത്വ, അതായത് ദശരഥൻ്റെ മകനാണെന്ന് മനസ്സിലായിട്ട് പ്രീത്യ പൂജയാമാസ, പ്രീതിയോടെ സ്വാഗതം ചെയ്ത് പൂജിച്ചു. ജടാവൽക്കലധാരിണം ദൃഷ്ട്വ, ജടയും വൽക്കലമൊക്കെ ധരിച്ചിരിക്കുന്നത് കണ്ടിട്ട് കുശലം പപ്രച്ഛ, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഈ മുനികുല അധിപനായിട്ടുള്ള മുനികുലാധിപതിയായിട്ടുള്ള ഭരദ്വാജ മഹർഷി ദശരഥൻ്റെ പുത്രനാണെന്ന് മനസ്സിലായപ്പോൾ വളരെ സന്തോഷപൂർവ്വം ആദരപൂർവ്വം സ്നേഹപൂർവ്വം പൂജിച്ചു. ജടാവൽക്കലങ്ങളെ ധരിച്ചിരിക്കുന്ന ഈ ഭരതനെ നോക്കിയിട്ട് കുശലം ഒക്കെ ചോദിച്ചു. നമ്മൾ സുഖാണെന്നൊക്കെ ചോദിക്കുമല്ലോ, ഒക്കെ ചോദിച്ചു. ജ്ഞാത്വാ ദാശരഥിം പ്രീത്യ പൂജയാമാസ മൗനിരാട്ട് പപ്രച്ഛ കുശലം ദൃഷ്ട്വാ ജടാവൽക്കലധാരിണം രാജ്യം പ്രശാതസസ്തേദ്യ കിമേതദ്വൽക്കലാധികം ആഗതോസി കിമർത്ഥം ത്വം വിപിനം മുനിസേവിതം. അതായത് രാജാവ് ഭരതനല്ലേ ഇപ്പോൾ രാജാവ് ആക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പിന്നെ എന്താ ഇപ്പോൾ ഈ ജടയും വൽക്കലോ എന്നാണ് വിചാരിക്കണത്. അദ്യ രാജ്യം പ്രശാസത തേ, ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന അങ്ങയ്ക്ക് ഏതത് വൽക്കലാധികം കിം, ഈ ജടാവൽക്കലാദികളുടെ അണിയാൻ എന്താ കാരണം, ധരിക്കാൻ എന്താ കാരണം? മുനിസേവിതം വിപിനം, മുനിമാർ സേവിക്കുന്ന വനത്തെ കിമർത്ഥം ആഗത അസി, മുനിമാർ താമസിക്കണ ഈ വനത്തിൽ രാജാവിന് എന്താ കാര്യം, എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു ചോദിക്കുകയാണ്. കിമർത്ഥം ആഗത അസി, എന്തിനായിട്ട് അവിടേക്ക് വന്നത്? അതായത് കുശലപ്രശ്നം ചോദിക്കുകയാണ്. എന്താ പറയുക, ഇപ്പം രാജ്യം ഭരിക്കണ രാജാവല്ലേ അങ്ങ്, അപ്പം അങ്ങ് എന്താ ഈ കാട്ടിൽ ധരിക്കണ വസ്ത്രമായിട്ടുള്ള ജടയും വൽക്കലൊക്കെ ധരിച്ചിരിക്കണത്? മുനിമാർ വസിക്കണ ഈ വനത്തിലേക്ക് അങ്ങ് ഇപ്പം എഴുന്നള്ളാൻ എന്താണ് ഉദ്ദേശം എന്ന് ചോദിച്ചു. ഇനി 4 ശ്ലോകം ഒന്നിച്ചാൽ അത് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് 44 നിർത്താം. രാജ്യം, അപ്പോൾ പിന്നെ എന്താണ്, ഭരദ്വാജ മഹർഷിക്ക് അത്ഭുതമായി. കാരണം ശ്രീരാമനെയും കാട്ടിലേക്ക് അയച്ചു 14 കൊല്ലം, അപ്പോൾ ലക്ഷ്മണൻ കൂടെ സീതയും ലക്ഷ്മണനും കൂടെ പോകുന്നു എന്നുള്ളത് മനസ്സിലായി. അപ്പം മനസ്സിലായത് കൈകേയി പിന്നെ ഭരതനെ രാജാവാക്കണം എന്നാണല്ലോ ഒരു വരം കിട്ടിയത് ദശരഥൻ്റെ കയ്യിൽ നിന്ന്. അപ്പം പിന്നെ ദശരഥൻ ഭരതൻ മടങ്ങി വന്നപ്പോൾ രാജാവാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു പോയി. പക്ഷേ ഈ വേഷം കണ്ടപ്പോൾ രാജാവാന്ന് തോന്നില്ലല്ലോ. കാരണം ശ്രീരാമൻ വനത്തിൽ ധരിക്കണ അതേ വേഷം അപ്പോൾ ധരിച്ചിരിക്കണം ഭരതനും ശത്രുഘ്നനും. അപ്പോൾ
സംശയമായിട്ട് ചോദിച്ചു, അങ്ങ് രാജാവല്ലേ, ഇപ്പം എന്താ ഈ ഒരു വേഷത്തിൽ വന്നിരിക്കണത്, എന്താ ഈ കാട്ടിലേക്ക് ഇപ്പോൾ വരാൻ കാരണം? രാജാക്കന്മാരൊക്കെ അങ്ങനെ വരുമോ? വെറുതെ കാട്ടിലേക്ക് വരില്ലല്ലോ, എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. അതാണ് ചോദിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.